ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അവിടെ നിന്ന് മാറി അങ്ങോട്ട് നീങ്ങി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യേ വന്ന് ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ദൈവം തന്നിരിക്കുന്നതായ വലിയ കൃപയ്ക്കായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച വിഷയങ്ങൾക്ക് വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതകരമായ പ്രതികരണങ്ങൾ നൽകുവാനായിട്ടിടയായിത്തീർന്നു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്കും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുവാനോ ചോദിക്കുവാനോ ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെ മേലും പകരപ്പെടുമാറാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചും മറ്റും പ്രോത്സാഹിപ്പിക്കണം എന്ന് നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ബൈബിളിലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന ഞങ്ങൾക്ക് ദൈവശക്തിയുമായിരിക്കുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണമേ. അവിടെ ആവശ്യങ്ങൾക്ക്, അവിടെ എന്താവശ്യങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ വചനങ്ങളെ കേൾക്കുന്നുവോ അവർക്ക് ദൈവമേ നന്മ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ സങ്കേതവും കോട്ടയും ഗോപുരവുമായിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. യാചിപ്പിനെന്നാൽ നിനക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാൽ നിനക്ക് കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിനക്ക് തുറക്കും എന്ന ദൈവത്തിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ച് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. ഞങ്ങൾ പഠിക്കേണ്ടും വണ്ണം പഠിക്കുവാൻ കൃപ തരണമേ. ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ഇന്ന് നാം ചിന്തിക്കുന്നത് പഴയ പാമ്പിനെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യത്തിലും വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യത്തിലും പഴയ പാമ്പും സർപ്പവും പിശാചും സാത്താനുമായ മഹാസർപ്പത്തെ പിടിച്ച് കെട്ടി തീയിലിട്ട് അഗ്നി നരകത്തിലേക്ക് തള്ളിയിടും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ഈ സാത്താൻ മനുഷ്യനെ തിന്മയിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നതാണ് അവൻ്റെ പ്രധാനമായ തൊഴിൽ. ഏദേൻ തോട്ടം മുതലേ സാത്താൻ വഞ്ചകനായിരുന്നു എന്ന് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു. ഹവ്വയെ ഉപായ രൂപത്തിൽ അവൻ വഞ്ചിച്ചു എന്നാണ്. ഉപായ രൂപേണ വഞ്ചിക്കുകയും മോഷ്ടിക്കുകയും എല്ലാ കാര്യങ്ങളും ഉപായ രൂപേണ ചെയ്യുകയും ചെയ്യുന്ന സാത്താന്യ ശക്തികൾ ഈ ലോകത്തിലുണ്ട്. ഈ മനുഷ്യർ ചെയ്യുന്ന എല്ലാ തെറ്റുകളും അവരവർ അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നതല്ല. മിക്കവാറും പലതും
ചെയ്യരുത് എന്ന് മനസ്സിൽ തോന്നിയാലും അവർ ചെയ്യുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ശേഷം മദ്യപിക്കുന്നതായ ഒരാളെ നമ്മൾ മദ്യപാനമൊക്കെ കഴിഞ്ഞ ലഹരി മാറുമ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, അയ്യോ ഞാൻ മദ്യപിക്കരുത് എന്ന് പല പ്രാവശ്യവും ചിന്തിച്ചു, പക്ഷേ എനിക്ക് അത് കഴിയാതെ പോയി, എന്നെ ആരോ പ്രേരിപ്പിച്ചു കൊണ്ട് ചെന്ന് മദ്യഷാപ്പിലേക്ക് കയറ്റി എന്ന് പറയുന്നത് സഹജമായ ഒരു കാര്യമാണ്. അറിഞ്ഞുകൊണ്ട് അവർക്കത് മദ്യപിക്കാൻ ഇഷ്ടമില്ല, കഞ്ചാവിന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ മോശമായ സ്ഥലത്ത് പോകുന്നത് അവർക്ക് ഇഷ്ടമില്ല. എന്നാൽ സാത്താനായ ദുഷ്ടൻ അവരെ പ്രേരിപ്പിക്കുന്നു. പ്രേരണ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവരോട് നീ നന്നായിട്ട് ബുദ്ധി ഉണ്ടായി വരും, നീ നന്നായിട്ട് വെളുത്തിരിക്കും, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകും, എങ്കിൽ നീ പാല് കുടിക്കണമെന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ നാം ഉദ്ദേശിക്കുന്ന കാര്യം കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനെയാണ് പ്രേരണ എന്ന് പറയുന്നത്. ഈ ഏദെൻ തോട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിലാണ് അത് സ്ഥിതി ചെയ്തിരുന്നതെന്ന് പറയപ്പെടുന്നു. അതായത് യൂഫ്രട്ടീസിൻ്റെയും ടൈഗ്രീസിൻ്റെയും ഡെൽറ്റ പ്രദേശത്താണ്. ഇവിടെയാണ് അബ്രഹാമിൻ്റെ ഭവനവും സ്ഥിതി ചെയ്തിരുന്നത്. ഇത് വളരെ ഫലപുഷ്ടവും ഫലപ്രദവുമായ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മെ പറഞ്ഞ് പ്രേരിപ്പിക്കുന്നു, ഇത് നീ ചെയ്താൽ നിനക്ക് ഇന്ന ഇന്ന നന്മകൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുകയും നമ്മുടെ ഭവനങ്ങളിലൊക്കെ വന്ന് ഓരോ സാധനങ്ങൾ കൊണ്ട് വന്നിട്ട് അവർ ആ സാധനത്തിൻ്റെ ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെ പറഞ്ഞ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു സ്വഭാവം സാധാരണ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതാണ് പ്രേരണ എന്ന് പറയുന്നത്. നമ്മൾക്ക് അറിഞ്ഞുകൂടെങ്കിലും ഒന്ന് വാങ്ങിപ്പോകും. അവരുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അത് വാങ്ങിപ്പോകുവാൻ ഇടയായിത്തീരുന്നത് പോലെ സാത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ആ പ്രേരണയിൽ നമ്മൾ അടിമകളായോ വഞ്ചിതരായോ മാറിപ്പോകുന്നത് പോലെയാണ് ഏദേനിലും ഹൗവയെ വഞ്ചിക്കുവാനിടയായിത്തീരുന്നത്. ഉപായരൂപേണയാണ് വഞ്ചിച്ചത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഈ ഉപായരൂപേണ എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഇത് പറയുന്നതാരാണ്, നമ്മളെ പ്രേരിപ്പിക്കുന്നതാരാണ് എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ഏദേൻ തോട്ടത്തിലെ പഴം പറിച്ച് തിന്നിക്കുവാൻ വേണ്ടി സാത്താൻ ഉപയോഗിച്ചതായ ഉപായങ്ങളാണ് നിങ്ങൾ ദൈവത്തെപ്പോലെയാകും, നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ മരിക്കയില്ല എന്നുള്ളതായ കാര്യങ്ങൾ സാത്താൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സാത്താൻ തന്നെ അറിയാം ഇവർ മരിക്കുകയും ഇവിടെ കണ്ണ് തുറന്നാലും ഇവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുന്നവരായി മാറും. അങ്ങനെ തോട്ടത്തിൽ നിന്ന്, മനോഹരമായ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ സാത്താൻ അറിയാമായിരുന്നു. ഈ സാത്താൻ എങ്ങനെയാണ് തോട്ടത്തിൽ പ്രവേശിച്ചത് എന്ന് വ്യക്തമല്ല. എങ്കിലും അവ്യൂഹങ്ങൾ പലരും പറയാറുണ്ട്. സാത്താൻ
പാമ്പ് കൗശലക്കാരനായിട്ട് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അവൻ്റെ കൗശലം എടുത്തത് ഈ സ്ത്രീയോടായിരുന്നു. ആ സ്ത്രീ എങ്ങനെ ചെയ്യുമെന്നുള്ള ഒരറിവും സാത്താനുണ്ടായിരുന്നു. അതായത് ദൈവം പറഞ്ഞത് അത് തിന്നരുതെന്നാണ്. എന്നാൽ ഹവ്വയോട് ചോദിച്ചപ്പോൾ ഹവ്വ പറഞ്ഞത് അത് തൊടുക പോലും അരുത് എന്നാണ് ദൈവം പറഞ്ഞത് എന്നാണ്. ദൈവം പറഞ്ഞതിൽ നിന്ന് ഒരല്പം മാറ്റി പറഞ്ഞപ്പോൾ തന്നെ പിശാചിന് മനസ്സിലായി ഇവൾ നമ്മുടെ വശത്തുള്ളവളാണ്, കൂട്ടിപ്പറയുകയും കുറച്ച് പറയുകയും ചെയ്യാനുള്ള കഴിവ് അവൾക്കുണ്ടെന്ന് സാത്താന് മനസ്സിലായിരിക്കാം. പിന്നെ സാത്താന് വലിയ പ്രയാസം ഉണ്ടായില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി, അതായത് നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞപ്പോൾ അത് അവൾക്കൊരു പ്രേരണയായി. ഇനി കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് ഒക്കെ കാണാമല്ലോ എന്നുള്ളതായ ചിന്തയും അവൾക്കുണ്ടായിരിക്കാം. ഈ ഏദേൻ തോട്ടം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചതുപോലെ മെസൊപ്പൊട്ടേമിയയിലെ ഈ ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിയുടെ ഡെൽറ്റാ പ്രദേശമായ മനോഹരമായ ഫലപുഷ്ടമായ സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് അവരെ ആക്കിയിരുന്നത് എന്ന് അനുമാനിക്കപ്പെടുന്നു. അവിടെ അവർ സന്തോഷമായി തന്നെയാണ് താമസിച്ചിരുന്നതും. ആദാമും വളരെ ഐക്യതയിലും സ്നേഹത്തിലും സന്തോഷത്തിലും ഒരു കുറവും ഇല്ലാത്തവരായി അവർ താമസിച്ചിരുന്നു. എന്നാൽ ഇതിനെ കലക്കുവാനായിട്ട് പിശാച് അല്ലെങ്കിൽ ദൈവം പറഞ്ഞ കൽപ്പനകളെ ലംഘിപ്പിക്കുവാനായിട്ടാണ് സാത്താൻ അവിടെ ശ്രമിക്കുന്നത്. നമ്മൾ ബൈബിൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവം 6 ദിവസം കൊണ്ട് എല്ലാ പ്രവൃത്തിയും തികച്ചുവെങ്കിലും 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നത് അത് ആ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഏദേനിൽ ഒരു തോട്ടം ഉണ്ടാക്കി എന്ന്. ഏദേൻ തോട്ടം എന്ന് പറയുന്നത് ഒരു ഏദേൻ എന്നൊരു പ്രദേശമാണ്. അതിൽ ഒരു തോട്ടം, അതാണ് ഏദേൻ തോട്ടം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ദൈവം പിന്നെ പ്രത്യേക വൃക്ഷങ്ങൾ, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും പിന്നെ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ കാമ്യവും ജ്ഞാനം പ്രാപിപ്പാൻ യോഗ്യവുമായ ഫലമെന്ന് തിരിച്ചറിയത്തക്കവണ്ണം അതത്രയും ഭംഗിയും മനോഹരവും ഉള്ളതായിരുന്നു. അവിടെ നിന്നാണ് ഒരു നദി പുറപ്പെട്ടത്, 4ആയിട്ട് തിരിഞ്ഞ്. അത് ഏദേൻ്റെ പല പ്രദേശങ്ങളിൽ കൂടെ ഒഴുകി വരുമ്പോൾ ഓരോ നദിക്കും പ്രത്യേകം വിശേഷണങ്ങളുണ്ടായിരുന്നു. സാധാരണ നദികൾ ഉണ്ടാകുന്നത് ചെറിയ ചെറിയ അരുവികൾ ചേർന്നാണ് ഒരു നദിയായി രൂപാന്തരപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നദിയിൽ നിന്ന് 4 നദികൾ പിരിഞ്ഞു പോകുന്നതാണ് നാം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഏതായാലും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ആ നദി ഒഴുകുകയും അതിൽ നിന്ന് 4 ശാഖകൾ ഉണ്ടാകുകയും ചെയ്തതായിട്ട് നാം മനസ്സിലാക്കുന്നു.
സാത്താൻ അത്ര വലിയ ആളാണ് എന്നൊന്നും ഞാൻ ഈ പറയുന്നതിന് അർത്ഥമില്ല. ബൈബിളിൽ പറയുന്നത് സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ്. സാത്താനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വ്യത്യസ്ത സ്വഭാവവും ഗണത്തിലും പെട്ട സാത്താനെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അനുഭവിക്കാനും ഇടയായിത്തീർന്നിട്ടുണ്ട്. ചില പിശാചുക്കളെ നമ്മൾ പറഞ്ഞാൽ തന്നെ അത് കേൾക്കുന്നു. മറ്റു ചിലത് പെട്ടെന്ന് പോകാത്ത ചില പിശാചിൻ്റെ ശക്തികളും ഇല്ലാതെയില്ല. അത് മറ്റൊരു ദിവസം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ തന്നെ സാത്താൻ ഓടിപ്പോകും. നിങ്ങൾക്ക് പരീക്ഷിക്കണമെങ്കിൽ രാത്രി സ്വപ്നം കാണുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ വചനം കേൾക്കുന്നവർ രാത്രിയിൽ സ്ത്രീ രൂപങ്ങളോ പുരുഷ രൂപങ്ങളോ വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് നിങ്ങൾ അനുഭവിക്കുകയോ അറിയുകയോ ചെയ്തിട്ടുണ്ടോ? ഇത് ഒരു സാത്താന്യ ശക്തിയാണ്, ദുഷ്ടൻ്റെ തന്ത്രമാണ്. നിങ്ങൾ അതിന് വശംവദാകരുത്. ഓർമ്മ വന്നാൽ ഉടനെ തന്നെ എഴുന്നേറ്റിരുന്ന് യേശുവിൻ്റെ രക്തം, ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ടവരായാലും തിരക്കില്ല, നിങ്ങൾ എഴുന്നേറ്റിരുന്ന് യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം ജയം, യേശുവിൻ്റെ രക്തം ജയം, ഹല്ലേലൂയ എന്നുള്ള വാക്കുകൾ പറഞ്ഞാൽ ആ ദുഷ്ടൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അത് വിശ്വാസത്തോടുകൂടെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ ഒരിക്കലും ഈ സാത്താൻ നിങ്ങളുടെ അടുക്കൽ വരാറില്ല. അത്രയേ ഉള്ളൂ സാത്താൻ്റെ ശക്തി എന്ന് പറയുന്നത്. അവനോട് എതിർത്ത് നിൽക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായത് ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്തുള്ള ആത്മാവിൽ ആരാധിക്കുന്ന സഭകളിൽ പോയാൽ അവർ നിങ്ങളെ സഹായിക്കുകയും പ്രാർത്ഥനയിൽ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് പിശാച് ഈ രാത്രികാലങ്ങളിൽ സഹോദരിമാരെയാണ് അധികമായി ഉപദ്രവിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ളത് പുരുഷന്മാരെ കുറച്ചും സ്ത്രീകളെ അധികമായിട്ടും രാത്രികാലങ്ങളിൽ ഉപദ്രവിക്കുന്നത് സാത്താന്യമായ ഒരു തന്ത്രവും കെണിയുമാണ്. അപ്പോൾ ദൈവമക്കൾ ശ്രദ്ധിക്കുക, ഈ സ്വപ്നങ്ങൾ കാണുന്നതെല്ലാം വെറും സ്വപ്നങ്ങളല്ല, ചിലപ്പോഴൊക്കെ അത് യാഥാർത്ഥ്യമായി തീരാറുമുണ്ട്. അതുകൊണ്ട് അത് സാത്താന്യമാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തം ജയം എന്ന് പറയുക. അത്രയേ ഉള്ളൂ. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദൈവമക്കളെ അരട്ടുവാൻ നാം അനുവദിക്കാതിരുന്നു, അതായത് പിശാചിനോട് എതിർത്ത് നിൽപ്പാനുള്ളതായ എഫേസ്യർ ലേഖനത്തിൽ പറയുന്നതായ ഗുണഗണങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ സാത്താൻ നമ്മുടെ അടുക്കലേക്ക് വരികയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അത് ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അല്ലാത്തവരെ സംബന്ധിച്ച് സാത്താൻ നിങ്ങളുടെ അടുക്കൽ വരികയും ഉപദ്രവിക്കുകയും ചെയ്യും. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടത് നിങ്ങളുടേതായ ആവശ്യമാണ്. അപ്പോൾ അന്ന് ഏദേൻ തോട്ടത്തിൽ ഹവ്വയെയും ആദാമിനെയും വഞ്ചിച്ച അതേ ദുഷ്ടശക്തി തന്നെയാണ് ഇപ്പോഴും കുറേ കാലത്തേക്ക് കൂടെ അവനെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ ഈ പിശാചിനെയും അവൻ്റെ കൂട്ടരെയും പിടിച്ചു കെട്ടി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയിലേക്ക് തള്ളിയിടും. അങ്ങനെയാണ്
ഇതിൻ്റെ അവസാനം വരുന്നത്. ഇപ്പോൾ ലോകം കുറേ കാലങ്ങളായി, എത്ര കാലമായെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ലെങ്കിലും മനുഷ്യ ഉൽപ്പത്തി എന്ന് പറയുന്നത് ആദാം മുതൽ നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ 4000 വർഷത്തിലാണ് യേശു ജനിക്കുന്നത്. പിന്നെ 2000 വർഷം, അങ്ങനെ 6000 വർഷമാണ് ആയിട്ടുള്ളൂ. അത്രയായിട്ടുള്ളൂ. അതിന് പ്രത്യേക കണക്കുകൾ നമ്മൾ ചിന്തിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ മാത്രമേ ഈ ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് പെറ്റുപെരുകിയതാണ് ഇത്രയും ജനസംഖ്യ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 40 കോടിയായിരുന്നു. ഇന്ത്യയുടെ ജനസംഖ്യ 40 കോടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് 130 കോടിയോളം ആയി ഉയരുവാനിടയായി. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതാണെങ്കിൽ ഇന്ന് പിന്നെ മക്കളെ ഒന്നും ആവശ്യമില്ല ആളുകൾക്ക്. അവർക്കത് വളർത്താനും അവരെ പോഷിപ്പിക്കാനുമൊക്കെ പിന്നെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്നും ചില രാജ്യങ്ങളിൽ മക്കൾ ഇല്ലാത്ത, അതായത് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ ഒരമ്മ ഗർഭിണിയാകുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഗവൺമെൻറ് അവർക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് ജനസംഖ്യ കുറവുള്ള രാജ്യങ്ങളിൽ. ഇനി കൂടുതലുള്ള രാജ്യങ്ങളിലോ മക്കളെ കുറയ്ക്കുന്നതിന് വേണ്ടി അമ്മമാർക്ക് പൈസ അങ്ങോട്ട് കൊടുക്കുന്നു. ഇത് ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സംസ്കാരത്തിൻ്റെയും ഫലമായിട്ട് നടക്കുന്ന കാര്യമാണ്. നമുക്കിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സാത്താൻ വിവിധങ്ങളായ നിലകളിൽ മനുഷ്യനെ തകർക്കുവാനും ഉടയ്ക്കുവാനും മോഷ്ടിക്കുവാനും അറുക്കുവാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മളതിൽ വശംവദരാകരുത്. പ്രാർത്ഥനയാലും ദൈവത്തോടുള്ള സഹവർത്തിത്വത്താലും സാത്താൻ ഓടിപ്പോകുവാനിടയായിത്തീരും. നമ്മളെ വിവിധ ചിന്തകളിലോട്ട് പിശാച് കടത്തിവിടുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൽ വശംവദരായി പോകരുത് എന്നതാണ് നാം ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്. സാധാന്യമായ സ്വഭാവങ്ങൾക്ക് അടിമകളാകാതെ ദൈവം എന്ത് പറയുന്നു അത് ചെയ്യുവാനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ദൈവമേ, ഈ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിൽ വന്ന് അങ്ങയുടെ വചനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഏദേനിൽ ഹവ്വയെ ഉപായരൂപേണ വഞ്ചിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയെ ത്യജിച്ച് കളഞ്ഞ സാത്താനെ, അവനെയും കൂട്ടരെയും പിടിച്ചു കെട്ടി ദൈവമേ തീച്ചൂളയിൽ തള്ളിയിടുന്ന ഒരു സമയമുണ്ട്. അത് അതിവിദൂരമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കഴിയുമ്പോൾ ദൈവമേ അത് സംഭവിക്കും എന്ന് ഞങ്ങൾ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു. ഈ പിശാചിൻ്റെ ശക്തിയോട് കൂടെ നിൽക്കാതെ എതിർത്ത് നിൽക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് രൂപത്തിലോ ഭാവത്തിലോ വേഷത്തിലോ ഏത് സമയത്തോ എങ്ങനെ കടന്നു വന്നാലും സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറയുന്ന ഒരനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. കർത്താവേ, മക്കളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവം മക്കളെ കൊടുക്കണമേ.
ദൈവമേ നീ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്നും ദൈവമേ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. മക്കൾ യഹോവ തരുന്ന പ്രതിഫലമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങനെ അവർക്ക് കുഞ്ഞുങ്ങൾ ലഭിക്കുവാണ്ടയാകണമേ. ദൈവമേ കടഭാരങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, രോഗങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, ദൈവമേ രോഗത്തിൻ്റെ ശക്തിയിൽ ദൈവമേ ബലഹീനപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പൊന്നുപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കൃപയ്ക്കുള്ള മറച്ചുകൊള്ളണമേ. യേശുനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.